സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ആ സൂപ്പർ പ്രോഫിറ്റിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനൊന്നാമത്തത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. സെക്കൻഡ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി കുറച്ചതിന് ശേഷം എത്രയാണ് നെറ്റ് അസറ്റ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക രണ്ടാമത്. തേർഡ് വൺ, കാൽക്കുലേറ്റ് ദ നോർമൽ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അറ്റ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ മുകളിൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചുകൊണ്ട് എത്ര നോർമൽ പ്രോഫിറ്റ് വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. ഫോർത്ത് വൺ, സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൂപ്പർ പ്രോഫിറ്റ് നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ലഭിക്കും. ദെൻ ലാസ്റ്റ് വൺ, ഈ സൂപ്പർ പ്രോഫിറ്റിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഗുഡ്വില്ല് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് വാല്യൂ ചെയ്യുന്നത് ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ്. ഒന്നാമത്തത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, രണ്ടാമത്തത് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക, മൂന്നാമത്തത് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ലാസ്റ്റ് വൺ, സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആ ഒരു പോയിൻ്റ് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം എന്തൊക്കെ വേണം. ആവറേജ് പ്രോഫിറ്റ് വേണം, നോർമൽ പ്രോഫിറ്റ് വേണം. ഇപ്പോൾ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പം ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. രാമ ബ്രദേഴ്സ് ഏൺ ആസ് എൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ₹30,000. രാമ ബ്രദേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം ആവറേജ് പ്രോഫിറ്റായിട്ട് 30,000 ഏൺ ചെയ്യുന്നുണ്ട് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹2 lakh. ഈ 30,000 എങ്ങനെ അവരുണ്ടാക്കുന്നത്? 2 lakh ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടിയാണ്. ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ ദ ബിസിനസ് ഈസ് 10%. രാമ ബ്രദേഴ്സിൻ്റേത് പോലെ സെയിം ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണോ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് 10% പ്രോഫിറ്റായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാമ ബ്രദേഴ്സിൻ്റെ സിമിലർ ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% പ്രോഫിറ്റായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ദെൻ യൂസിങ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വർക്ക് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്. ഇത് വെച്ചുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിനെ ക്യാപിറ്റലൈസേഷൻ നടത്തിയിട്ട് ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലൂടെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലൂടെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. സെക്കൻഡ് വൺ, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയാണ്.
അപ്പോൾ അതും നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതും നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. 2 lakh ആണ്. ഇനി മൂന്നാമത്തത് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്കറിയാം 2 lakh ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 10% ആണ്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 lakh ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 20,000 ഉണ്ടാവും. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ലഭിച്ചു, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് ലഭിച്ചു, അതേപോലെ നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ എത്രയാണ് നോക്കാം. 30,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. ആ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 20,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റായിട്ട് 10,000 ലഭിക്കും. ഇവിടെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി, നോർമൽ പ്രോഫിറ്റ് കിട്ടി, ദെൻ സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് ഗുഡ്വില്ലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/10, അതായത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗുഡ്വില്ലിൻ്റെ വാല്യൂ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 10,000 ആണ് സൂപ്പർ പ്രോഫിറ്റ് ഉള്ളത്. 10,000 ഇൻറ്റു 100/10 ആണ്. 100/10 10,000 നമ്മൾ 10,000 ആണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ്. ആ 10,000 ഇൻറ്റു 100/10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 1 lakh ഗുഡ്വില്ലിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ മെത്തേഡിലൂടെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓർമ്മിച്ച് വെക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സൂപ്പർ പ്രോഫിറ്റിനെയാണ് നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സൂപ്പർ പ്രോഫിറ്റിനെയാണ് 100/10 എന്ന നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം, ആവറേജ് പ്രോഫിറ്റ് വേണം, അതേപോലെ നോർമൽ പ്രോഫിറ്റും വേണം. അപ്പോൾ ഈ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ തന്നെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ പ്രോഫിറ്റും കണ്ടുപിടിക്കാം, അതേപോലെ സൂപ്പർ പ്രോഫിറ്റും കണ്ടുപിടിക്കാം.